പാറുവിന്റെ കല്യാണം എനിക്ക് 3.5 വയസ്സുള്ളപ്പോഴാണ് കേട്ടോ പാറു ജനിച്ചത്. അന്ന് തൊട്ട് എൻ്റെ 80% ചൈൽഡ്ഹുഡ് മെമ്മറീസ് എടുത്തു വെച്ച് നോക്കിയാലും അതിനകത്തെല്ലാം പാറുവിനെയും കാണാൻ പറ്റും. അവളുടെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറയുന്ന അന്ന് തൊട്ട് പ്ലാനിങ് തുടങ്ങിയതാണ് കേട്ടോ. കല്യാണം വരെ എവിടെ പോയി ഡ്രസ്സ് എടുക്കണം, എന്തൊക്കെ പരിപാടികൾ നടത്തണം. ഞങ്ങൾ മൊത്തത്തിൽ 9 കൊച്ചുമക്കളാണ് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോ രീതിയിലുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. ഒരു ചെറിയ പരിപാടിയാണെങ്കിൽ പോലും നമ്മൾ മാക്സിമം ഹാപ്പിനെസ് കൊണ്ടുവരാനാണ് നമ്മുടെ ഫാമിലിയിൽ നോക്കുന്നത്. അപ്പൊ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്ലാം ആൻഡ് ഗ്ലോസി എന്ന് പറഞ്ഞ മേക്കപ്പ് സ്റ്റുഡിയോയിലാണ് നമ്മൾ ഒരുങ്ങാൻ പോയത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. തെക്കൻകുര അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പൊ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും നമ്മുടെ ബ്രൈഡ് എല്ലാം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ പോയി. സത്യത്തില് പാറുവിന്റെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സെറ്റ് ഓഫ് ഇമോഷൻസ് ആയിരുന്നു കേട്ടോ. ആ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അത്രയ്ക്ക് ഡീപ്പ് ഇമോഷൻസ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും. കുട്ടിക്കാലം തൊട്ടുള്ള മെമ്മറീസ് എല്ലാം ഒറ്റ ഫ്ലാഷിൽ പോയതുപോലാണ് തോന്നിയത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് നമ്മുടെ ഫോട്ടോഷൂട്ടും സദ്യയും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു 2 മണിയായപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി വൈകിട്ട് റിസപ്ഷനും ഉണ്ട്. അങ്ങനെ നമ്മുടെ കല്യാണം അടിപൊളിയായിട്ട് കഴിഞ്ഞു.